സ്ത്രീ സുരക്ഷ, നീറ്റ്, സമ്പദ് വ്യവസ്ഥ. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് മറുപടിയുമായി സോഷ്യൽ മീഡിയ. ന്യൂഡൽഹി. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വിമർശനം. സ്ത്രീ സുരക്ഷ, ഒളിമ്പിക്സ്, തൊഴിൽ ലഭ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ രംഗത്തെത്തി. സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ സംസ്ഥാനങ്ങൾ നടപടിയെടുത്തു കാണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പറഞ്ഞിരുന്നു. സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ അന്വേഷണം വേഗത്തിലാക്കണമെന്നും ശിക്ഷ ഉറപ്പുവരുത്തണമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ BJP ഭരണം കൈയാളുന്ന മണിപ്പൂർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കെതിരെ ക്രൂരമായ അതിക്രമങ്ങളാണ് നടക്കുന്നത്. ഇക്കാര്യങ്ങളെ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും അഭിസംബോധന ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷയെ ഗൌരവത്തോടെ എടുക്കണമെന്ന് മോദി പറയുന്നതെന്നാണ് പ്രധാന വിമർശനം. 2036 ഒളിമ്പിക്സിന് വേദിയാകാൻ ഭാരതം തയ്യാറെടുക്കുകയാണെന്നും പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കായിക താരങ്ങൾക്കാവട്ടെയെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിനിടെ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ ഗുസ്തി ഫെഡറേഷനെതിരെ വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ അടക്കമുള്ള താരങ്ങൾ നടത്തിയ സമരത്തെയും പാരീസ് ഒളിമ്പിക്സിൽ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിനെ കേന്ദ്ര ഒളിമ്പിക്സ് അസോസിയേഷൻ തള്ളിപ്പറഞ്ഞ സംഭവത്തെയും മോദി അഭിസംബോധന ചെയ്യണമെന്ന് ആവശ്യമുയർന്നു. രാജ്യം ഒന്നാമത്, അതാണ് കേന്ദ്ര സർക്കാരിന്റെ മുദ്രാവാക്യമെന്നും സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയുടെ ബ്ലൂ പ്രിന്റാണ്, അത് പബ്ലിസിറ്റിക്കായതല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തുണ്ടായ വളർച്ച യുവാക്കളിൽ വലിയ പ്രതീക്ഷ നൽകിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ പരാമർശത്തിൽ തൊഴിൽ രഹിതരായ യുവാക്കളുടെ എണ്ണം രാജ്യത്ത് വർദ്ധിക്കുകയാണെന്നും ജോലിക്കായി ഇന്ത്യയിലെ നിർമ്മാണ തൊഴിലാളികൾ ഇസ്രായേലിലേക്ക് പോകാൻ തയ്യാറാവുകയാണെന്നും വിമർശനമുയർന്നു. ലോകം നമ്മുടെ വളർച്ച ഉറ്റുനോക്കുകയാണെന്നും ഇന്ത്യയെ 3ാമത്തെ സമ്പദ് ശക്തിയാക്കണമെന്നും മോദി പറയുകയുണ്ടായി. കോവിഡ് കാലത്തെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ആദ്യം കരകയറിയ രാജ്യം ഇന്ത്യയാണെന്നും പരസ്പര വിശ്വാസത്തിന്റെ അന്തരീക്ഷം ഇന്ന് രാജ്യത്തുണ്ടെന്നും പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെതിരെ പശുക്കടത്തും തീവ്രവാദവും ആരോപിച്ച് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തീവ്ര വലതുപക്ഷ പ്രവർത്തകർ ആക്രമിക്കുകയാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് 75,000 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ചുവെന്നും കർഷകരുടെ മക്കൾക്കായി സ്മാർട്ട് സ്കൂളുകൾ യാഥാർത്ഥ്യമാക്കിയെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പറയുമ്പോൾ ഓർക്കേണ്ടത് കേന്ദ്ര പരീക്ഷകളിലെ ക്രമക്കേടിനെതിരെ രാജ്യത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടത്തിയ സമരമാണ്. ഒപ്പം കർഷക സമരവും കർഷക ആത്മഹത്യയും മോദി സർക്കാർ വിസ്മരിക്കരുതെന്നും വിമർശകർ പറയുന്നു.